തിരുവനന്തപുരത്ത് 159 പോളിംഗ് ബൂത്തിൽ ഇപ്പോൾ ചെറിയ തോതിൽ വോട്ടിംഗ് മെഷീൻ്റെ തകരാറുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടി വി പ്രസാദ് നമ്മോടൊപ്പം വിവരങ്ങളുമായി. ടി വി പ്രസാദ്, എന്താണ് കുഴപ്പം? ഇവിടെ ഇതുവരെ വോട്ടിംഗ് തുടങ്ങിയില്ല നികേഷ്. രാവിലെ 6:30 എത്തിയവർ ഇപ്പോഴും ക്യൂവിൽ തുടരുകയാണ്. സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും സമയം വോട്ടെടുപ്പ് തുടങ്ങി 45 മിനിറ്റ് പിന്നിടുമ്പോഴും ഒരാൾക്ക് പോലും ഇതുവരെയും വോട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. എത്ര മണിക്കാണ് എത്തിയത്? 6:45. സ്ഥിതി എന്താ ഇപ്പം? നിലവിലെ സ്ഥിതി എന്താ? നിലവിലെ സ്ഥിതി നമ്മളിങ്ങനെ വെയിലും കൊണ്ട് വേർത്തിങ്ങനെ നിൽക്കുക. അതാണ് നിലവിലെ സ്ഥിതി. അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. എപ്പം തുടങ്ങുമെന്നോ എപ്പം ഇത് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഒരു എന്താ പറഞ്ഞത്? എത്ര മണിക്കാത്തിയത്? 6:45. ഞാൻ ആദ്യം വന്നു 6:45. പുള്ളിയുടെ കൂടെ തൊട്ട് പറയില്ല 6:45 ഇവിടെ വന്നതാ. ഞാൻ പറയുന്നു ഉദ്യോഗസ്ഥർ എന്താ പറയുന്നത്? ഇപ്പം 45 മിനിറ്റായി. മെഷീൻ അവർ നന്നായിക്കൊണ്ട് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ടൈം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ഇത് പരിഹരിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും സമയം 45 മിനിറ്റ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇതുവരെയും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ക്യൂവിലാണ്. എത്ര മണിക്കാത്തിയത്? 6:45. ആരും വോട്ട് ചെയ്തില്ല? ഇല്ല, വോട്ട് ചെയ്തിട്ടില്ല. കുറച്ച് പേര് ഇപ്പോൾ മടങ്ങി പോകുന്നൊക്കെ കണ്ടു. ക്യൂ കുറച്ച് പേര് പോയി. 10 മിനിറ്റ് കഴിയുന്നുള്ളിൽ ശരിയാവുമെന്ന് പറഞ്ഞ് ഇതുവരെയും ആയിട്ടില്ല. 3/4 മണിക്കൂർ കഴിഞ്ഞു. രാവിലെ ചെയ്തിട്ട് പോകാന്ന് വെച്ചാൽ 6:45 വന്നതാണ്. രാവിലെ ചെയ്തിട്ട് പോകാന്ന് വെച്ചിട്ട് വന്നതാണ്. 10 മിനിറ്റ് ഞാൻ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 3/4 മണിക്കൂറായി. ഞങ്ങളിങ്ങനെ ക്യൂവിലിരിക്കുകയാണ് വെയിലും കൊണ്ട്. എത്ര മണിക്കെത്തി? 7 മണിക്കെത്തി. രാവിലെ ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചാണ്. അതെ, ഇതുവരെയും ശരിയായില്ല. ശരിയാവുമെന്ന് പറയുന്നു. ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ തടസ്സപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ നിൽക്കേണ്ടി വന്നു? ഇല്ല, കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. ഇതാണ് അവസ്ഥ. അതായത് രാവിലെ എത്തിയവരെല്ലാവരും ക്യൂവിൽ നിൽക്കുകയാണ്. ഒരു വോട്ട് പോലും ഈ ബൂത്തിൽ ചെയ്തിട്ടില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ 159 ബൂത്താണ്. എത്ര മണിക്കാണ് എത്തിയത്? 7:15. രാവിലെ തന്നെ ചെയ്തിട്ട് പോകാൻ തിരിച്ചു വന്നതായിരുന്നു അല്ലേ? ക്രൗഡ് തുടങ്ങുന്നതിന് മുമ്പ് വരാൻ വന്നു. വൈകി. നേരത്തെ എത്തിയോ? ഇതൊരു തുടങ്ങി? ഇല്ല. നമുക്ക് നിര കാണാം. നിന്നും അടുത്തവർ കുറേ പേര് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാ ആളുകളും ഇവിടെ ക്യൂ നിൽക്കുകയാണ്. എത്ര മണിക്കാണ് വന്നേ? 7 മണി. 7 മണിക്ക് വന്നു. രാവിലെ ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചാണ്. അതെ. പറഞ്ഞു ഉദ്യോഗസ്ഥരെന്നും പറഞ്ഞു? നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എത്ര മണിക്ക് വന്നു? രാവിലെ 7 മണിക്ക് വന്നു. നിന്ന് തളന്നിട്ട് ഇരുന്ന് കാല് വയ്യ. ഏതായാലും ടി വി പ്രസാദ്, ഒരിടത്തെ വോട്ടിംഗ് മെഷീൻ തകരാറിലായതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബാക്കിയുള്ള ഇടത്തെല്ലാം തന്നെയും വോട്ടിംഗ് മെഷീൻ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് വരിക. വളരെ കുറഞ്ഞ പരാതികൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വേഗത്തിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ, വോട്ടർമാർ വേഗത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക, വേഗത്തിൽ വോട്ട് ചെയ്യുക, പൂർത്തിയാക്കുക പ്രക്രിയ. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് രാജ്യത്ത് നടക്കുന്നത്. 2ാം ഘട്ട ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം പങ്കുചേരേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞത് 80-90% വോട്ടിംഗ് ശതമാനം ഉയർത്തേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് എത്തിയിരിക്കുന്നു. മറ്റ് ജോലികളിൽ പോകേണ്ടവർ, കടകൾ തുറക്കേണ്ടവർ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെല്ലാം തന്നെയും രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 7 മണിക്കാണ് വോട്ടെടുപ്പ് തുടങ്ങിയതെങ്കിൽ തന്നെയും അതിരാവിലെ 5 മണി പിന്നിടുമ്പോൾ തന്നെ പല ബൂത്തുകളിലും ക്യൂ രൂപപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും സ്മൃതി, രാവിലെ തന്നെ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, LDF-ന്റെ കൺവീനർ കൂടിയായിട്ടുള്ള EP ജയരാജനാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു കൗതുകം, അദ്ദേഹം ജാവ്ദേക്കറിനെ കുറ്റപ്പെടുത്തുന്നു, BJP കുറ്റപ്പെടുത്തുന്നു. ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ച് പരാതിയില്ല അദ്ദേഹത്തിന്. ദലാൽ നന്ദകുമാറിനെതിരെ ഏത് വകുപ്പിലാണ് ഞാൻ കേസ് കൊടുക്കുക? ദലാൽ നന്ദകുമാർ ഇന്നലെ പറയുമ്പോൾ തന്നെ ഞാനത് കേട്ടിരുന്നില്ല. ഞാൻ പിന്നീട് വായിച്ചത്, ഇന്ന് പത്രവും വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, ഇന്നലെ ഓൺലൈനിൽ വായിച്ചത്, ദലാൽ നന്ദകുമാർ EP ജയരാജനുമായി ബന്ധപ്പെടുകയും അക്കാര്യം EP ജയരാജൻ്റെ സമ്മതത്തോടു കൂടിയാണ് താൻ പറയുന്നത് എന്നുമാണ്. അപ്പോൾ ദലാൽ നന്ദകുമാർ ഇന്നലെ അത് കാര്യം പറയുന്നു, ഇന്നിപ്പോൾ EP ജയരാജൻ അത് എൻഡോഴ്സ് ചെയ്യുന്നു. പക്ഷേ ദലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യമല്ല EP എൻഡോഴ്സ് ചെയ്യുന്നത്. ദലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യം, ലാവലിൻ കേസ് സെറ്റിൽ ചെയ്ത് തരാം, അതിനുവേണ്ടി തൃശ്ശൂരിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ EP ജയരാജൻ പറഞ്ഞു അത്രേ, തൃശ്ശൂർ CPI-യുടേതാണ് സീറ്റ് എന്ന് പറഞ്ഞു എന്നാണ് ദലാൽ നന്ദകുമാർ പറയുന്നത്. അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. പക്ഷേ